എല്ലാരും കറുപ്പ്. എന്തൊരു ഒത്തൊരുമ. വലിയ പൊട്ടിച്ചാ നിക്കണ ഊരന്റെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഫർദൊക്കെ ഇട്ട് മാറ്റി ഒരുങ്ങി. ഒരാളും ഇവിടെ ഫർദൊക്കെ ഇട്ട് ഫോമാക്കി നിൽക്കുന്നുണ്ട്. എന്താ പരിപാടി? ഞാൻ വന്നപ്പോ രണ്ടൂട്ട പ്രശ്നം കൊണ്ടുവന്നിക്കണു. ഒന്നൊരാ ഉടുപ്പും വേറൊരു. അപ്പൊ ഫർദ ഇട്ടാല് നമ്മള് അല്ലേ? അപ്പൊ ഞാൻ അതിട്ടാന്നേന് ഇത് മുന്നച്ചെന്നാട്ടോ. ഈ പടത്തങ്ങൾക്ക് അറിയക്കാരൻ. അപ്പൊ ഞാൻ ഓർത്തുന്ന് ഇതിന്റെ വർദ്ധേന് പള്ളിയിലാണ്ട് ഞാൻ കൊടുത്തു. ഞാൻ ഇച്ച ഡ്രസ്സിലാണ് ഞാൻ എടുക്കാൻ വന്ന. ഇനി പോകുമ്പോ അയച്ചു കൊടുത്തിട്ട് ഇതിട്ടിട്ട് പോണം. ചോർന്നു. അപ്പൊ അങ്ങോട്ട് പോണെന്ന് വിചാരിച്ചാല് ഞങ്ങൾ എറണാകുളം പോവാണ്. അവളെ ഇൻഷൂർ എന്തേക്കുന്നെന്ന് അറിയില്ല അല്ലെ. അന്ന് കൊടുത്തിട്ടേ അന്ന് ഇൻഷൂർ കൊടുത്തിട്ടീന്. അപ്പം അത് അപ്രൂവ് ആയ ഗവൺമെന്റ് ഇതാക്കിയെന്ന് അറിയില്ല. കാരണം ഓളെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടിയോണ്ട് ഇനി അളിയാക്കാന്റെ പേരിലാണ് ഓളെ ആണാക്കുന്നത്. അപ്പൊ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗവൺമെന്റ് അപ്രൂവ് ആക്കിയാലാണ് ഓളെ ഇൻഷൂർ കിട്ടുള്ളൂ. എനിക്ക് ഇങ്ങനെ പൈസ ഉണ്ട് ഇങ്ങനെ കൊടുക്കണം. എങ്ങനെയൊന്നും ശരിയാവോ നോക്കാൻ വേണ്ടിട്ട് പോയി നോക്കട്ടെ. പോവാ ഞങ്ങൾ പോട്ടെ. ഇതിന്റെ ഇടയിൽ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എന്താ ഇപ്പൊ കൊട്ടാത്തത്? ഒന്നുപാടെ നിക്കേ. അല്ല, ഇന്നിപ്പോ ഹോസ്പിറ്റലിലേക്കാ പോണത്. എന്താ പരിപാടി? ചെരുപ്പൊന്നും ഫോട്ടോത്ത് കാണൂലല്ലോ. ആദ്യേ ഈ കാല് വെക്കും. അതാ പോ ഈ കാലിങ്ങനെ ഫിദാനോടുണ്ടോ ചോദിച്ചിട്ട് ഫിദാനില്ലാന്ന് അവിടെ നിക്കണ്ട്. അവിടെയൊക്കെ പോണ്. എന്താ വെച്ചാലേ അതാ അവിടെ എന്താ വെച്ചാല് ഫോണ് കണ്ടിട്ട് ഞാൻ ഓനെ ഡോക്ടറെ കാട്ടും പറഞ്ഞു. അപ്പൊ സൂചി വെക്കാൻ ഒരു ദിവസം കൊണ്ടുപോകുന്ന് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞപ്പോ ഓന്റെ വിചാരം എന്താ അറിയോ? ഓനെ സൂചി വെക്കാൻ മൊബൈലിൽ കണ്ടിട്ട് സൂചി വെക്കാൻ കൊണ്ടുപോകാന്ന്. കുട്ടീനെ വിളിച്ച എമ്മത് കുട്ടി വരൂല. അപ്പൊ ഇനി ഞങ്ങള് പോട്ടെ. ഏതാണ് ഓനവിടെ കളിച്ചു നിക്കട്ടെ. മറ്റേ ഇന്റെ പിന്നാലെ എപ്പോഴും വരുവോനാ. അല്ല, ഇന്ന് കജ്ജു പരിപാടി. ഫിദാനെ വരുന്നുണ്ട് പാവം. ഉണ്ടോ അച്ഛമാനോടുക്കുണ്ടോ? അച്ഛമാനോട് ആക്കണം. ചെരുപ്പിട്ട് അമ്മമാനോട് പറഞ്ഞു വാ. ഇതാനേ അമ്മമാനോട് പറഞ്ഞു വാ. ചെരുപ്പിട്ട് വാ. അന്ന അച്ഛമാരുടെ അടുത്ത് ആക്കിത്തരባന്ന്. ഡോക്ടറെ അടുത്ത് ഒന്നല്ല ഫിദാനെ വാ. ബേ ചെരുപ്പിട്ട് പോര് വാ. ഞങ്ങളിപ്പോ ഇവിടുന്ന് പോകും കേട്ടോ. ഇനി പോയിട്ട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. പോകുന്നുണ്ട്. എന്താ അവിടക്കും ഇവിടക്കും ഒരു കൈ ഇട്ടത്? എന്താ സംഭവം? അതാ അവിടെ ഒരു മൈന. അതോ അവിടെ ഒരു മൈന. കുമ്പിട് അത് നോക്കിയാടി. അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലെത്തി. ഇനി വണ്ടിയൊക്കെ പിന്നെ നോക്കാ. ചൊർക്ക് വേ നടത്തി. തിരക്കില്ലാന്നോ? ബർത്ത്ഡേറ്റ് ഒക്കെ പോണത് പ്രസവിച്ചോണ്ട് ആര്? വണ്ടിമേ ആരോ നമ്മള് പോയാക്കട്ടെ. ഇൻഷൂർ കിട്ടാതെ ശരിയാവിച്ചാ അറിയില്ല. പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ച് പോവാല്ലേ. അങ്ങനെ ഞങ്ങള് നല്ല വെയിലൊക്കെ വഴങ്ങി. ഏതായാലും അവിടുത്തെ കാര്യം നടന്നില്ല. ഓലൊന്നും പാടെ അപ്ലൈ ചെയ്തിടട്ടെ. റിജക്ട് ചെയ്തിട്ട് ശരിയായിട്ടില്ല. ആവാനായില്ലേ? നമുക്ക് ഒന്നുകൂടി കൊടുത്തു നോക്കാറുണ്ട്. 2-3 വട്ടമായി കൊടുത്തിങ്ങനെ പ്രതീക്ഷയില്ല. കാരണം ശരിയാവണെങ്കിൽ അതില് ശരിയാവോ. കാരണം ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് ഓല് നമുക്ക് മടിക്ക് ഇങ്ങനെ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ എന്തായാലും തിന്നിട്ട് ആയിക്കോട്ടെ. എന്താ പപ്സുമ കൂടിക്കണേ? ഞാൻ
ആരെങ്കിലും സോസ് കിട്ടുക ചങ്ങായിയെ ഇതിനെ ഇതാ വന്നില്ലല്ലേ ഇതാന്റെ വിചാരേ ഫോൺ കണ്ടിട്ട് ഓനെ സൂചിയൊക്കെ കൊണ്ടുവരികയാണ് കൊറേ വട്ടം പറഞ്ഞിട്ടും വന്നിട്ടില്ലല്ലോ ഭാഗ്യമുണ്ടെന്തേ ഓല്ലാതെ തിന്നല്ലേ എന്താ സ്നേഹം കാക്കൂന് തച്ച് കൊതിക്കുന്നതാ വാണിക്ക് തിന്നോ അതില് എന്നിട്ട് നമ്മളെ മറ്റേ ഓള് മറ്റേ അടുക്കളയിൽ വെക്കണ ചുണ്ടുമ്മ ബാബുവായോ പുണ്ണുണ്ടായതേക്കാൾ ചുണ്ട് കഴിച്ചാണ് ട്ടാ അപ്പൊ നമ്മള് ഇന്നാള് മിഞ്ഞാന്ന് ഉമ്മി ഇവള് സാധനം വാങ്ങാൻ വന്നപ്പോ ഉള്ളി കൊടുത്തിട്ടില്ലായിരുന്നു ഉള്ളി കൊടുത്തിട്ട് തന്നിട്ടില്ലായിരുന്നു അല്ലേ അപ്പൊ 50 ഉറുപ്പ്യന്റെ ഉള്ളിയാണിത് നമുക്ക് തന്നു അന്ന് പൈസ കൊടുത്തേക്കണ സാധനം കിട്ടിയിട്ടില്ലായിരുന്നു ഇനി പിന്നെ എന്താ വാങ്ങിയ കായപ്പൊടിയോ സാമ്പാർ ഇപ്പൊ നമുക്ക് കോഴി കഷ്ണം മാതിരിയല്ലേ അപ്പോൾ ഇവിടുന്ന് കിറ്റും സാധനങ്ങളൊക്കെ ഇന്നാള് വന്ന് കൊണ്ടുപോയി കുറച്ച് പച്ചക്കറി ഫ്രിഡ്ജൊക്കെ ഇപ്പൊ നിറച്ച് പച്ചക്കറിയാണ് പച്ചക്കറി ഇനി പച്ചക്കറി തോട്ടം ഉണ്ടാക്കേണ്ടി വരും നമ്മള് കേറി കേറി കരി പോക വെള്ള കേറടാ ചെങ്ങായിന്റെ വർത്താനം കിട്ടി ഞങ്ങൾ എന്നും പോണ റോട്ടിൽ കൂടെ അല്ലേ പോകും ആ പശു ബീക്ക് എടുത്തിട്ട് ആലർച്ചത്ത് പശു ഉണ്ട് മുന്നില് നല്ല സമന ഇജ്ജല്ലാതെ ഓന്റെ ഭാഗം ഇങ്ങോട്ട് പോകും ദിവസം അന്ന് ഞാൻ വന്നില്ലേ ഇടയ്ക്കൊന്നില്ലേ അപ്പൊ പോയില്ല കേട്ടാ എന്നാലും വജ്ജു മാലിനിക്ക് ആ ചാണകത്തിൽ നിൽക്കുന്ന ഞാൻ പൂണാലേ എല്ലാരും പൂണാ നുള്ളി പുറകെ നീച്ചേണ്ടി എന്താണ് വണ്ടി ഇങ്ങനെ കേറില്ല ആകാൻ കുറേലതാണ് കുളം ഉണ്ടോ അവിടെ അച്ചിമാന്റെ പെരീക്കാ പോകും നമ്മളെ പെരീക്കാ പോകും അപ്പൊ അച്ചിമാന്റെ അടുക്കള ഭാഗത്ത് എത്തും പറഞ്ഞാണ്ടാണ് ഈ കൊണ്ടോണത് അടുക്കള ഭാഗത്ത് തൊള്ളി കൂടെ കാര്യം സെറ്റ് വിട്ട് വേറല്ല ഭാഗത്ത് കജ്ജി കാണ്ട പല കജ്ജി ഇവിടെ കാമുകിന്റെ പോലെ കാര്യം ഇങ്ങനെ വച്ചറിയുന്ന നമുക്ക് പോയാ കൊത്തുടി കുളം എവിടെ കുളം കാട്ടിക്കോട്ടെ കുളം എവിടെ കുളം എവിടെ അടുത്ത ടെർഫുണ്ട് ആ ടർഫുണ്ട് അതും ഓക്കെ അച്ഛന്മാരുടെ അടുക്കള എവിടെ അവിടെ വരെ വളരെ ഞാൻ ഇറങ്ങേണ്ടി വരുമല്ലോ ആ അമ്പ് അല്ല ഞാൻ പോയി പറ്റിയോ നിന്റെ വാതിലടി ടർഫുണ്ട് കാണാത്ത ഞാൻ ഇറങ്ങലേക്ക് പോലെ ഞാൻ ഇറങ്ങട്ടെ സമന അതിന് വലിയല്ലേ കൊണ്ടുപോകണം ഓ ചൂണ്ടിക്ക നിർത്ത് അറിയാത്ത വജ്ജി കൂടെ ഇച്ച് നടക്കാൻ പറ്റാ ഇച്ച് പറ്റണ വജ്ജ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നടക്കുന്നു നമുക്ക് ഓളോട് പോകാൻ എന്നോട് നടക്കാൻ എന്തൊരു മകനാ അത് ഇങ്ങോട്ട് വാ ഇറങ്ങ ആദ്യം തുറക്കുവാ കുളത്തിലെന്തല്ലേ കുളത്തില് പ്രാലു ഓ മീന് പൊറക്കാൻ വന്നതാണ് കുളത്തേക്ക് മീൻ പിടിച്ചാൻ വന്നാണ് അല്ല ഒന്നല്ല ഇതിപ്പോ ഏതോ ഉഗാണ്ടില് വല്ല പാടവും കുന്നും മലയും കട്ടറൊക്കെയാണ് ഞാനിപ്പോ എന്നാ പേരെ വരെ നടക്കേണ്ടി വരുമല്ലോ സംന ഓലങ്ങനെ പോയി ഈ ചെറുക്ക 8ന്റെ പണിയൊന്നും കേട്ടോ 8ന്റെ 16ന്റെ പണിയൊന്നും അതിലൊന്നും വണ്ടി വെച്ചിട്ട് പോകാൻ പറ്റൂല ഞാൻ ഇനി പെര വരെ എന്തായാലും നടക്കേണ്ടി വരും റോഡൊക്കെ ഭയങ്കര മോശ അവിടെ നിർത്തി എന്തേ ഒപ്പം നിർത്തി എത്തിയ സമയ
ഇമ്മാടുണ്ട്. അവിടെ കോളം അതെന്താ? കനാല് വജ്ജ് തന്നെയാണല്ലോ, കറക്റ്റ് ആണല്ലോ അല്ലേ? അവിടെ ഊര എല്ല് പൊട്ടിച്ചാ നിക്കണ ഊരന്റെ. ദിയാനെ പണി ഉണ്ടാക്കണ്ട. അല്ല ഇങ്ങക്ക് എന്താ പിരാന്തങ്ങൾ ചാടി കളിച്ചാൻ വന്ന ഇതിനാക്കണ് നിക്കണ് ചാടിയിട്ട് പറന്നെങ്ങനെ നിന്നാലോ? ഇമ്മേ ദിയാനെ അല്ല സമയം എനിക്ക് പിരാന്ത ഞാൻ പോകുക കേട്ടോ. ഞാൻ സ്ഥലം കണ്ടപ്പോ നിർത്തിയല്ലേ സ്ഥലം അല്ല ഇങ്ങക്ക് വണ്ടിമ്മ പോയാ മതി. ഞാൻ എവിടെ വരെ നടക്കണമെന്ന് പറഞ്ഞാ ഇഞ്ഞ് കേറിക്കോ. ഞാനല്ല ഇതിലൊന്നും നോക്കിയാ വജ്ജിന്റെ കോലം. ഇതിന് മെയിൻ റോഡൊന്നും ഉണ്ടാവൂല. മെയിൻ റോഡുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങ് ബജ്ജ് അവിടെ കുറച്ചുകൂടി പോയിക്കോളൂ. ഞാൻ കുറച്ചുകൂടി നടക്കട്ടെ. കട്ടറില്ലല്ലോ. കട്ടറല്ല അവിടെ ആകെ കുണ്ടും കുജ്ജാണ്. കേറ് വല്ല പോകേ അതിന് വേണ്ടി കൊണ്ടൊന്നുമില്ല. ഇത് പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിച്ചല്ലേ കേറ്. രസല്ലേ, ഇതൊക്കെ ഒരു വൈബല്ലേ? വൈബ് ഇങ്ങക്ക് വൈബിന് പറ്റി. ഇപ്പൊ വൈബിന്റെ സമയല്ലേ. ഇന്റെ ചെറുക്കന്റെ പൊന്നാര ചെറുക്കൻ തന്ന 8ന്റെ പണിയാണിത്. മക്കള് നിങ്ങള് വണ്ടിമ്മ കേറി ഞാൻ പിന്നെ ഇറങ്ങിട്ടോ. സംഭവം നടക്കൂല. അവളോട് ഇല്ലാന്ന് പറഞ്ഞ അവള് വലിച്ചു കയറ്റിയതേനി. നമുക്ക് നടക്ക. ഓനയിലൊക്കെ ചൂണ്ടി കാട്ടി കൊടുക്കണ്ട. അതിലൊക്കെ അവള് പോണുണ്ട്. പെരീക്ക് എങ്ങനെ പോകാന്നൊക്കെ ചോദിച്ചു. ഇവല് കാഴ്ച കാണാൻ ഇറങ്ങിയതാ തോന്നേ. അടി പോത്തുകള് വള്ളത്തില് കിടക്കണ്. നിങ്ങളെ മയത്തെ പോത്തുകള് എല്ലാരും കറുപ്പ്. എന്തൊരു ഒത്തൊരുമ. അല്ല റിതുവോ, നിങ്ങള് രണ്ടാളും ഒത്തുങ്ങാണ്ട് തീരുമാനിച്ചതാണത്? എത്തുവല്ലോ. എത്ര നേരം എത്തല് തുടങ്ങിയിട്ട്? എത്തുവോ? നല്ല വിശ്വാസായി. നിങ്ങൾ രണ്ടാള് വിശ്വസിച്ച് ഒപ്പം നടക്കി. അല്ല വണ്ടി മരി. ഞാൻ വിശ്വസിച്ച് ഞാൻ നടക്കട്ടെ ഇതില്. എന്നാ പോരെ നമ്മക്ക് നടക്കാം. ഓല് വണ്ടി നോന്നോട്ടെ കേട്ടോ അല്ലേ? എല്ലാം നടക്കട്ടെ. മേറോട് ഒത്തുന്ന വരെ മുതലേ അതേമാതിരി ഇജ്ജ് എവിടെയും കൊണ്ടുപോയിട്ടേ ചൂടായിട്ട് വെള്ളത്തിലിറങ്ങി കുളിച്ചാനേ. ഇവിടെ മുതലൊന്നുമില്ല വെള്ളത്തില്. ഒരുത്തങ്ങനെ ചൂണ്ടി കാട്ടി കൊടുക്കുന്നുണ്ട്. എവിടെ വരെ എത്തോ ഈ ചൂണ്ടല്? എടി സ്ഥലം റോഡെത്തി. എവിടെ സ്ഥലം? എനിക്ക് മനസ്സിലായോ? ഇല്ലല്ലോ. എവിടെ നീ പറഞ്ഞിട്ട് കേറുന്നത് കേറാതോ? ഇതൊക്കെ ഏതാ റോഡ്? ഞാൻ അത്രയും നടന്ന് വന്ന്. ഇനി നടക്കണ്ടാന്നോ? ഞാൻ നടക്കണോ? എനിക്കെന്താ ഒരു ക്ലൂ തന്നാ മതിയേനില്ലേ? അതിനെ പറയണം. മല കത്തുണ്ടെങ്കിൽ പറയണ്ടത്. എന്നാ കേറിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പരിപാടി? എന്താ പരിപാടി? ചായ ഒക്കെ കാച്ചി വെച്ചിട്ട് ചായ കുടിച്ചതോ? ഇപ്പാക്ക് രാത്രിക്കുള്ള ഭക്ഷണം അല്ലേ? അല്ല, അത് നൂൽപുട്ട് അടുപ്പത്തുണ്ട്. ദോശ എപ്പളാ? ഇഡ്ഡലി നാളെ. ഇഡ്ഡലി ഇപ്പാക്കില്ല. ഇഡ്ഡലി
അരച്ചക്കാണ്. നാളെ ഇഡ്ഡലി ഉണ്ടാക്കും. നാളെ ഇഡ്ഡലി. അപ്പൊ ഇന്നെന്താ ഇഡ്ഡലി ഉണ്ടാക്കിയോ? ഇന്ന് നൂൽപുട്ട്. ചോറ് തിന്നാൻ പറ്റൂലല്ലോ അപ്പ? എന്തൊക്കെ ഇന്ന് തിന്നത് പറഞ്ഞാണി? നൂൽപുട്ട് ഇഡ്ഡലി. ഇന്നലെ ഇന്ന് നൂൽപുട്ട്, ഇന്നലെ പുട്ട്, ഇനി നാളെ ഇഡ്ഡലി. നാളെ ഇഡ്ഡലി. രാവിലെ ഇഡ്ഡലി, ഉച്ചക്ക് ഇഡ്ഡലി. 10 മണിക്ക് തിന്നുണ്ടോ? ഉച്ചക്ക് ഇപ്പൊ നീച്ചപ്പോ കുറച്ചായി. രാത്രി ഇഡ്ഡലി. അതിന്റെ ഇടയിൽ ഒരു ഭക്ഷണവും അല്ല. ഫുള്ള് ഇപ്പാനോട് പറഞ്ഞ പത്യന്ന് വെച്ചാല് ഫുള്ള് ആവിയിൽ വേവിച്ച ഇഡ്ഡലി, നൂൽപുട്ട്, പുട്ട്. ഈ 3 സാധനങ്ങള് എരിവും പുളി ഉപ്പും പാടില്ല. അപ്പൊ പച്ചക്കറി തിന്നാൻ പറ്റും. പച്ചക്കറി തിന്നാൻ പറഞ്ഞിട്ട് അത് വേവിച്ച് കൊടുക്കാൻ പറഞ്ഞു. എരിവും പുളി ഇല്ലാതെ എങ്ങനെ പച്ചക്കറി തിന്നാ? അതെ. അപ്പൊ ഈ കടി തിന്നാണെങ്കിൽ അത്രയും അപ്പൊ ഏതായാലും പല ഭക്ഷണം അങ്ങനെയൊക്കെയാണ്. സാമ്പാറ്, ഇന്നലെ കുമ്പളങ്ങ കറി, ഇന്നലെ കുമ്പളങ്ങ കറിയും കേബേജും, ഇന്ന് സാമ്പാറും പപ്പടവും അച്ചാറും. അച്ചാറ് 2 രസം കുപ്പി വാങ്ങി വെക്കേണ്ടി വരും. ഇന്നലെ അടക്കപ്പ വാങ്ങി പൂമോക്ക് അച്ചാറ് നടന്നതൊക്കെ അതേ കൂട്ടി തിന്നാലും പറഞ്ഞാണ് വാങ്ങിയതാ. പിന്നെ പച്ചക്കറി തിന്നാത്ത ആളേന്. മുരിങ്ങാക്കോലൊക്കെ കടിച്ച് പറിച്ചിട്ട് തിന്ന കോഴിക്കാലാണ് വിചാരിച്ചുണ്ട്. ഓള് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ നിന്ന് ഓള് നിക്കാന്നൊക്കെ പറയുന്നത് ചിലപ്പോ അളിയൊക്കെ വലിച്ചു കൊല്ലിക്ക് മുറിച്ച് കൊണ്ടുപോയിന്നാണ്. അറിയില്ല. ഇന്ന് നാളെ മദ്രസ ഒന്നുമില്ല. അപ്പൊ ഇന്ന് നിന്നിട്ട് നാളെ പോകാ വിചാരിച്ചിട്ടാ. 2 ഷോട്ടും പാട് അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഓള് അപ്പളും ഇപ്പഴും ഇങ്ങനെ കൊണ്ടല്ലേ. ഇനി ഓക്ക് റെസ്റ്റ് കൊടുക്കണം. ഇനി കൊണ്ടുവരാനൊന്നും പറ്റൂല. എന്നാലും വെഹിക്കിള് മരിച്ചു ഇവിടെ വേഗം വലിച്ചു കൊണ്ടുവരാൻ പാവത്തിന് പാവാണ്. പഠിച്ച സത്യാവസ്ഥ പറഞ്ഞു കൊടുത്താ അതിനാണ് സത്യം. അല്ലട്ടോ ഇത് നമ്മളില്ലാതെ പരിപാടി നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ തന്നെ എത്ര ഒഴിവാക്കുന്നു സിഫ്ന. അല്ല ഓളെ കൊറേ ഉറങ്ങാറുണ്ട്. ആര് ഉറക്കനെ പറയാം, ആരും കേൾക്കൂല. ഉറങ്ങാറുണ്ട്. പാവാണ്. സൗണ്ടിന്റെ അടങ്ങേറൊക്കെ പഠിച്ച റബ്ബിന് അറിയുള്ളൂ. അത് വാതിലും അടച്ച ഒച്ചയിൽ ഓരോ വോയിസ് വർത്താനം പറയുമോ മുണ്ടാൻ പാടില്ല. കാരണം നമ്മള് പ്രൊമോഷന് ഓൺ വോയിസ് ചെയ്യുമ്പോൾ ഓക്കെ എന്ന് പറയണെങ്കിൽ ഭയങ്കര നയിപ്പാണ്. അതൊന്നും ഓക്കൊന്ന പ്രഷർ ഇല്ല. ഓള് പ്രൊമോഷൻ എന്തേലും എനിക്കുണ്ടടി ഓക്കെ യൂട്യൂബത്തെ ലോങ് മാത്രം നോക്കിയാൽ. പക്ഷെ ഇച്ച അങ്ങനെയല്ല. ഇൻസ്റ്റോള് നോക്കണ്ട, ഇച്ച ഇൻസ്റ്റ നോക്കണം, യൂട്യൂബില് ഷോർട്ട് നോക്കണം. ഷോർട്ടൊക്കെയാണ് എഡിറ്റ് ചെയ്യുക. ലോങ് നമ്മള് പണിയില്ല. തപ്നയിലുണ്ടാക്കാനാണ് 2 മിനിറ്റ് ഉള്ളത്. ഇൻസ്റ്റ നോക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. നല്ല നല്ല ഷോർട്ട് ഇടണം, എഡിറ്റ് ചെയ്യണം. അവൾ അഭിനയിച്ച് തരുമായിക്ക്. പിന്നെ രാത്രി 10 മണി 11 മണി 1 മണി 2 മണിച്ച് നൈറ്റ് ഡ്യൂട്ടി കാരണം നമ്മളങ്ങനെ പൈസ കിട്ടണേ നല്ല നയിപ്പുണ്ട്. ഇമ്മങ്ങാനും ബേക്കൊക്കെ നിന്ന് അമ്മ എന്താ സമയം പറയുന്ന ഡയലോഗ് പറഞ്ഞാണ് പൈസ നിങ്ങൾക്ക് വേണം എന്നാ ഇങ്ങോട്ട് നിക്ക്. ഞാൻ പറയണ നമ്മള് പോലെ പ്രൊമോഷന് നമ്മള് കുറച്ച് വാങ്ങണുള്ളൂ. ഒരു 1500 ആണെങ്കിൽ 500 സിഫ്ന, 500 ഷെഫീഖ്, 500 ഞാനും ചെറിയ. അപ്പൊ അങ്ങനെ കാരണം അത് 3000 ആണെങ്കിൽ 1000 സിഫ്ന, 1000 ഷെഫീഖ്, 1000 ഞങ്ങളെക്കാരം. അങ്ങനെയാണ് നമ്മള് ഒരാള് തോന്നെ ഒരാളേറെ എന്ന വരെ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മള് കുടുങ്ങിയിട്ടു. ആ ഒരു പൈസ ആയിട്ടാ നമ്മള് പനായിട്ട് പോയത് അല്ലേ? പൈസ കാരണം ഷെഫീഖിന് സാലറി കിട്ടാനായിട്ടില്ല. ഈ മാസം ലാസ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുള്ളൂ. കടം വാങ്ങി തരാന്ന് പറഞ്ഞു കേട്ടോ. കയറാനൊന്നും ആയിട്ടില്ലെങ്കിലും മങ്ങൾ കൊണ്ടേക്കോളി. അപ്പൊ ആ ടൈമില് ചെറിയാപ്പ് പറഞ്ഞു കുറച്ച് സംഖ്യ കയറിയേക്കണേ പനായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ അങ്ങനെ കട എടുക്കാന്ന് പറഞ്ഞേന്. പിന്നെ അങ്ങനെ പൈസ എത്തി അങ്ങനെ കൊണ്ടുപോയി. ഇനി പോളെ പ്രസവം ഞങ്ങൾക്ക് ഇൻഷുർ ഇല്ല. അതിനാണ് സത്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത്. കാരണം അളിയാക്കാക്ക് ഇപ്പൊ കുറെ കാലമായിട്ട് പണിയും കാര്യം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലേന്. ആട്ടം മുട്ടിറക്കേണ്ടില്ലേ സത്യം എടുക്കാല്ലേന്. അപ്പൊ ഞങ്ങള് പ്രാരാബ്ദം നെയ്ലും ഒന്നും പറയല്ല കേട്ടോ. ഞങ്ങൾ ഇന്നേരം നമ്മളില്ലേ അങ്ങനെ എന്താ പറയാ കുടുങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ഇല്ലത് ഇങ്ങനെ എല്ലാരും. കാരണം കുറെ ആൾക്കാരുടെ സന്തോഷം ഇല്ലേ, പ്രാർത്ഥന ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുടുങ്ങിയിട്ടില്ല. ഇല്ലത് ഇങ്ങനെ എല്ലാം പോലെ ഷെയറും ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. റാത്തായി പോകുന്നുണ്ട്. തോനെ കിട്ടിയിട്ടില്ല. ആവശ്യങ്ങൾ ആശാല നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പോളെ പ്രസവത്തിന് ഇൻഷുർ ഇല്ലെങ്കിൽ ഓർക്ക് ധൈര്യമാണ്. കണ്ടന്റ് ഇങ്ങനെ ധൈര്യം കൊടുക്കുന്നുണ്ട്. ഇൻഷുർ ഇല്ലാന്ന് എന്റെ കാര്യങ്ങളെ ചെയ്യണേ. അപ്പൊ നമ്മൾ ഇന്ന് ഇൻഷുറിന് പോയോക്കിയത് എനിക്ക് കിട്ടിയില്ല. ഒരു വയ്യുമില്ല. ചിലപ്പോ പഠിച്ചോനെ വിചാരിച്ചാലൊക്കെ അത് ഇൻഷുർ ഇല്ല. അപ്പൊ അതിന്റെ ലെവലിക്ക് നടക്കണം. അതാണ് കാരണം ഓല പറഞ്ഞിട്ട് കാര്യമല്ല. ഓളിപ്പോ ഇൻഷുറിന്റെ റേഷൻ കാർഡ് ഇപ്പൊ പുതിയതാക്കിയാല് ഓലെന്തേലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമല്ലോ. ഓല് കാർഡ് വേറാക്കിയിട്ടല്ലേ.
അങ്ങനെയാണ് ഇൻഷൂർ കിട്ടിയത്. പാക്ക് എന്താ പറയാല്ലേ? ഞാൻ പച്ചക്കറി പച്ചക്കറി എല്ലാരും പച്ചക്കറിയാ. എല്ലാരും പെര മൊത്തം പച്ചക്കറിയാ. ഇപ്പൊ എത്ര വേണേലും തിന്നാതക്കൂലപ്പാ. ഇപ്പൊക്ക് ഇനി എന്തേലും വേണോ ചോദിച്ചാലും മാണ്ടാന്നപ്പ പറയട്ടെ. അങ്ങനെ വേണോന്നല്ല. അസുഖം ആ ഫ്രൂട്ട്സ് പറ്റുമോ പയം പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ. അപ്പൊ ഒന്നും വേണ്ട, ഈ ചീടിലും നൂൽപൂട്ടൊക്കെ മതിച്ച് അസുഖം മാറണം എന്നപ്പ പറയണത്. അപ്പൊ ഞമ്മളെ പള്ളൊക്കെ ലേസം കുറഞ്ഞു കേട്ടോ. 2 ദിവസം കൊണ്ട് കുറഞ്ഞിക്കണു. ആ പള്ള കുറഞ്ഞു. ഇപ്പൊ തിന്നൂല. ചോറും രാവിലത്തെ കടിയെ തിന്നുള്ളൂ. രാത്രി ഭക്ഷണം ആദ്യമല്ല. എന്നാലും ഇപ്പൊ നല്ല പള്ള കഴിഞ്ഞിട്ട് ആ പള്ളല്ലോ കുറഞ്ഞു. ഒരു കട്ടിപ്പാന്റെ ശരീരം പറയുന്നത് തന്നെ ഒരു കട്ടിപ്പാണ്. ഏതായാലും ഒക്കെ റാത്തായി ശരിയാട്ടോ. ഒരാഴ്ച അതാണ് ഈ ലോങ് ആയോണ്ട് ആഴ്ച അറിയുമ്പോ ഇടങ്ങാറാണ്. പക്ഷെ എന്നാലും എന്താ അറിയോ, നാളേക്ക് ഇല്ലത് നമ്മൾ ഇന്ന് തന്നെ പോകണം. എന്നാ പിന്നെ സുഖമാണ്. എന്താ അവിടെ അരക്കാൻ തല്ലിവിടുകയാണ്. ഞങ്ങളെ ചായക്കടി ദോശ ഇഡ്ഡലി ഇടിയപ്പം അന്നത്തെ കൂട്ടാൻ എന്തൊക്കെയായിരുന്നു? ഇന്നത്തെ കൂട്ടാൻ സാമ്പാർ, വെളുത്തുള്ളി അച്ചാറ്, പപ്പടം. അതൊക്കെയാണ്. ഇപ്പാക്ക് പൽപ്പൊടി പേസ്റ്റ് പറ്റൂല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇന്ന വീഡിയോ വൈൻഡപ്പ് ആക്കിയാലോ നമുക്ക്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാൻ ദോശക്ക് മാവ് വെച്ച് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞാണി. അസ്സലാമു അലൈക്കും.